ഹലോ കൂട്ടുകാരെ, കേരള സംസ്കാരത്തിന് ചാരുത പകരുന്നത് കേരളത്തിന്റെ തനതായ കലാരൂപങ്ങളും അനുഷ്ഠാന കലകളുമാണ്. അത് കേരളത്തിൽ നിന്ന് കടൽ കടന്ന് വിദേശ രാജ്യങ്ങളിൽ കേരള സംസ്കാരത്തിന് മാറ്റേകി. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരളത്തിന്റെ അനുഷ്ഠാന കലയായ പടയണിയാണ്. ഇതിന് മുൻപ് 2 ക്ലാസ്സുകളിലായി കഥകളിയും അതുപോലെ തന്നെ യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം നേടിയ കൂടിയാട്ടത്തിന്റെ ക്ലാസ്സുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചാനൽ വിസിറ്റ് ചെയ്ത് അത് കാണാനായിട്ട് ശ്രമിക്കും. അതിനുശേഷം പടയണിയിലേക്ക് വരാം. ഓക്കെ, പടയണിയുടെ മറ്റൊരു പേര് പടേനി എന്നാണ്. പടയണിയുടെ മറ്റൊരു പേര് പടേനി. കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടില്ലല്ലോ അല്ലെ? പടയണി എന്ന വാക്കിനർത്ഥം സൈന്യത്തിന്റെ നീണ്ട നിര എന്നാണ്. സൈന്യമില്ല, പടയണി അണിയണിയായി ചേരുക, ഒത്തിരി ആൾക്കാർ വരിക എന്നുള്ളതാണ്. അപ്പൊ പടയണിയുടെ മറ്റൊരു പേരാണ് പടേനി. പടയണി എന്ന വാക്കിനർത്ഥം സൈന്യത്തിന്റെ നീണ്ട നിര എന്നുള്ളതാണ്. ഓക്കെ, കേരള പ്രാചീന സംസ്കാര കലകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കലാരൂപമാണ് പടയണി. കേരളത്തിലെ പ്രാചീന സംസ്കാര കലകൾ പ്രധാനമായും മധ്യ തിരുവിതാംകൂറിലെ ദേവീ ക്ഷേത്രങ്ങളിലാണ് പടയണി അവതരിപ്പിക്കുന്നത്. മധ്യ തിരുവിതാംകൂറിലെ ദേവീ ക്ഷേത്രങ്ങൾ, അതായത് ഭഗവതി ക്ഷേത്രങ്ങളിൽ അവതരിപ്പിക്കുന്ന അനുഷ്ഠാന കലയാണ്. അപ്പോൾ ഇതൊരു പ്രീവിയസ് ചോദ്യമാണ്. ഭഗവതി ക്ഷേത്രങ്ങളിൽ അവതരിപ്പിക്കപ്പെടുന്ന ഒരു അനുഷ്ഠാന കലയാണ് ഏതെന്ന് പറയുന്നത്? പടയണി. മധ്യ തിരുവിതാംകൂറിലെ ദേവീ ക്ഷേത്രങ്ങളിൽ ഭഗവതി ക്ഷേത്രങ്ങളിൽ അവതരിപ്പിക്കപ്പെടുന്ന കേരളത്തിന്റെ സ്വന്തം അനുഷ്ഠാന കലാരൂപമാണ് പടയണി എന്ന് പറയുന്നത്. വിളവെടുപ്പിനോട് അനുബന്ധിച്ചാണ് പടയണി നടത്തപ്പെടുന്നത്. വിളവെടുപ്പിനോട് അനുബന്ധിച്ച് നടത്തുന്ന അനുഷ്ഠാന കലയാണ് ഏത്? പടയണി. ഓക്കെ, പ്രധാനമായിട്ടും പടയണിയിൽ ഉപയോഗിക്കുന്ന വാദ്യം തപ്പാണ്. പ്രധാന വാദ്യോപകരണം തപ്പാണ്. എന്നാൽ അടുത്തിടെ PSC ചോദിച്ചപ്പോൾ അതിന് കൂടെ ഒരു പേർ കൂടെ ചെണ്ട എന്നുള്ളത് കൂടെ തന്നിട്ടുണ്ടായിരുന്നു. ചെണ്ട എന്നത് കൂടെ തന്നിട്ടുണ്ടായിരുന്നു. തപ്പ്, ചെണ്ട. പ്രധാന വാദ്യോപകരണം ചോദിച്ചാൽ അത് തപ്പാണ് കേട്ടോ. പടയണിക്ക് തപ്പാണ്. എന്നാൽ ചെണ്ടയും ഉപയോഗിക്കുന്നുണ്ട്. തപ്പ്, ചെണ്ട എന്നീ വാദ്യോപകരണങ്ങളാണ് പടയണിക്ക് പ്രധാനമായി ഉപയോഗിക്കുന്നത്. ചൂട്ട് കത്തിച്ച് അവതരിപ്പിക്കുന്നതിനാൽ പടയണി ചൂട്ട് പടേനി എന്നും അറിയപ്പെടുന്നു. കൺഫ്യൂഷൻ ഉണ്ടാവേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ ചൂട്ട് കത്തിച്ച് അവതരിപ്പിക്കുന്നതിനാൽ ഇത് ചൂട്ട് പടേനി എന്നും അറിയപ്പെടും. പ്രധാന വാദ്യം ഏതാണ്? അത് തപ്പാണ് പ്രധാന വാദ്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മധ്യ തിരുവിതാംകൂറിലെ ക്ഷേത്രങ്ങളിൽ അവതരിപ്പിക്കുന്ന സംഘടിത കോലം തുള്ളൽ ഏത് എന്ന് ചോദിച്ചാൽ അത് പടയണിയാണ്. അതൊരു പ്രീവിയസ് ചോദ്യമാണ് കേട്ടോ. മധ്യ തിരുവിതാംകൂറിലെ ക്ഷേത്രങ്ങളിൽ അവതരിപ്പിക്കുന്ന സംഘടിത കോലം തുള്ളലാണ് പടയണി. സംഘടിത പടയണി നേരത്തെ പറഞ്ഞില്ല, ഒരു പടയായിട്ട് ഒത്തിരി ആൾക്കാരായിട്ട് വരുന്നില്ല. അപ്പൊ സംഘടിത കോലം തുള്ളലാണ് എന്തെന്ന് പറയുന്നത് പടയണി എന്ന് പറയുന്നത്. പടയണിയുടെ ജന്മസ്ഥലം ഏതാന്ന് ചോദിച്ചാൽ കടമ്മനിട്ട. നമുക്ക് അറിയാവുന്ന കാര്യം, റിപ്പീറ്റഡ് ക്വസ്റ്റ്യനുമാണ്. പത്തനംതിട്ടയിലെ കടമ്മനിട്ടയാണ് പടയണിയുടെ ജന്മദേശം. പടയണിയുടെ ജന്മദേശം ഏതാണ്? കടമ്മനിട്ട. പത്തനംതിട്ടയിലെ കടമ്മനിട്ടയാണ് കേട്ടോ. ഓക്കെ, പടയണി ഗ്രാമം എന്ന ആശയം മുന്നോട്ട് വെച്ചതും അതുപോലെ തന്നെ പടയണിയുടെ താളക്രമങ്ങൾ അനുകരിച്ച് കവിത അവതരണം നടത്തിയതും ആര് എന്ന് ചോദിച്ചാൽ മലയാള സാഹിത്യകാരനായ കടമ്മനിട്ട രാമകൃഷ്ണനാണ്. ആരാണ്? കടമ്മനിട്ട രാമകൃഷ്ണൻ. 2 ചോദ്യങ്ങൾ ഒന്നുകൂടെ പറയട്ടെ. പടയണി ഗ്രാമം എന്ന ആശയം മുന്നോട്ട് വെച്ചത് പടയണിയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി പടയണി ഗ്രാമം എന്ന ആശയം മുന്നോട്ട് വെച്ചത് കടമ്മനിട്ട രാമകൃഷ്ണനാണ്. അതുപോലെ തന്നെ പടയണിയുടെ താളക്രമങ്ങൾ അനുകരിച്ച് കവിതാ അവതരണം നടത്തിയത് ആരെന്ന് ചോദിച്ചാലും മലയാള സാഹിത്യകാരനായ കടമ്മനിട്ട രാമകൃഷ്ണനാണ്. ഒന്നുകൂടെ പറയട്ടെ. ഓക്കെ, പടേനി എന്നറിയപ്പെടുന്നു. സൈന്യങ്ങളുടെ നീണ്ട നിര എന്നതാണ് പടയണി എന്ന വാക്കിനർത്ഥം. കേരളത്തിലെ പ്രാചീന സംസ്കാര കലകൾ വളരെ പ്രധാനപ്പെട്ട ഒരു കലാരൂപമാണ് പടയണി എന്ന് പറയുന്നത്. മധ്യ തിരുവിതാംകൂറിലെ ദേവീ ക്ഷേത്രങ്ങൾ അഥവാ ഭഗവതി ക്ഷേത്രങ്ങൾ അവതരിപ്പിക്കപ്പെടുന്ന ഒരു അനുഷ്ഠാന കലയാണ് പടയണി. വിളവെടുപ്പിനോട് അനുബന്ധിച്ചാണ് പടയണി നടത്തുന്നത് അല്ലെങ്കിൽ പടയണി അവതരിപ്പിക്കുന്നത്. തപ്പ്, ചെണ്ട, അതിൽ പ്രധാനപ്പെട്ടത് തപ്പാണ്. ഓക്കെ, തപ്പ്, ചെണ്ട എന്നിവയാണ് പടയണിയിൽ ഉപയോഗിക്കുന്ന വാദ്യോപകരണങ്ങൾ. ചൂട്ട് കത്തിച്ച് അവതരിപ്പിക്കുന്ന ചൂട്ട് പടയണി എന്നറിയപ്പെടുന്നു.
മധ്യ തിരുവിതാംകൂറിലെ ക്ഷേത്രങ്ങൾ അവതരിപ്പിക്കുന്ന സംഘടിത കോലം തുള്ളൽ ഏത് എന്ന് ചോദിച്ചാൽ അത് പടയണിയാണ്. പടയണിയുടെ ജന്മസ്ഥലം കടമ്മനിട്ട, പത്തനംതിട്ട ജില്ലയിലെ കടമ്മനിട്ടയാണ്. പടയണി ഗ്രാമം എന്ന ആശയം അവതരിപ്പിച്ചത്, അതുപോലെ തന്നെ താളക്രമങ്ങൾ അനുസരിച്ച് പടയണിയുടെ താളക്രമങ്ങൾ അനുകരിച്ച് കവിത അവതരണം നടത്തിയത് ആര് എന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാണ്? അത് കടമ്മനിട്ട രാമകൃഷ്ണനാണ്. AD 8-ാം നൂറ്റാണ്ട് മുതൽ പടയണി ആരംഭിച്ചിരുന്നു എന്നാണ് നമ്മൾ കണക്കാക്കേണ്ടത്. AD 8-ാം നൂറ്റാണ്ടിൽ പടയണി ആരംഭിച്ചു എന്ന് ചരിത്രരേഖകൾ നമ്മോട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പടയണിക്ക് പിന്നിലുള്ള ഒരു ഐതിഹ്യം ഇതായിരുന്നു. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിന് പിന്നിലുള്ള ഒരു ചരിത്ര സംഭവമായി പറയുന്നത്, ഒരു ഗ്രാമത്തെ മുഴുവൻ വസൂരി രോഗത്തിൽ നിന്ന് രക്ഷിക്കുന്നതിന്റെ ഭാഗമായി നടത്തിയ ഒരു അനുഷ്ഠാന കലയാണ് ഏത്? പടയണി. ഒരു ഗ്രാമത്തെ മുഴുവൻ വസൂരി രോഗത്തിൽ നിന്ന് വിമോചിപ്പിക്കുന്നതിന്റെ, രക്ഷപ്പെടുന്നതിന്റെ ഭാഗമായി. അതുകൊണ്ട് തന്നെ വിവിധ ജാതി മതത്തിലുള്ളവരൊക്കെ പടയണിയിൽ പങ്കെടുക്കാറുണ്ട് എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. വസൂരി രോഗത്തിൽ നിന്ന് ഒരു ഗ്രാമത്തെ മുഴുവൻ രക്ഷിക്കുന്നതിന്റെ ഭാഗമായി നടത്തിയ ഒരു അനുഷ്ഠാന കലയാണ് പടയണി. നാനാജാതി മതസ്ഥരൊക്കെ ഈ പടയണിയിൽ പങ്കെടുത്തിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, കവുങ്ങിൻ പാളകളിൽ തയ്യാറാക്കിയ കോലങ്ങളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. കവുങ്ങിൻ പാളകളിലായ കോലങ്ങളാണ് പടയണിയിൽ ഉപയോഗിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു പടയണിയിലെ പ്രധാനപ്പെട്ട വാദ്യോപകരണം തപ്പാണെന്ന് പറഞ്ഞു അല്ലെ. കഴിഞ്ഞ ഒരു പരീക്ഷ ചോദിച്ചത് ഒരു ബേസ് ചെയ്തിട്ട് ചെണ്ട എന്നുകൂടെ പറയുന്നുണ്ടായിരുന്നു. പ്രധാനപ്പെട്ടത് തപ്പാണ്. എന്നാൽ പടയണിയിൽ തപ്പ് കൂടാതെ ചെണ്ട, ഇലത്താളം, കൈമണി, വീക്കൻ ചെണ്ട, കുറുങ്കുഴൽ എന്നിവയും ഉപയോഗിക്കാറുണ്ട്. അപ്പൊ എന്താണ് പറയുന്നത്? തപ്പ് കൂടാതെ ചെണ്ട, ഇലത്താളം, കൈമണി, വീക്കൻ ചെണ്ട, കുറുങ്കുഴൽ എന്നിവയും ഉപയോഗിക്കാറുണ്ട്. ഒന്ന് ഓർത്ത് വെച്ചോളണം, ഒരു പക്ഷേ ചോദിച്ചേക്കാം. ചെണ്ട ചോദിച്ചില്ലേ, 2021 പരീക്ഷയ്ക്കാണ് ചോദിച്ചു കേട്ടോ. അപ്പൊ തപ്പ സ്ഥിരമായിട്ട് നമുക്ക് തരുന്ന ഓപ്ഷൻ ആയിരുന്നു. എന്നാൽ ചെണ്ട കൂടെ ചോദിച്ച സ്ഥിതിക്ക് ഇനിയിപ്പോ ചിലപ്പോ പടയണിയിലുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കാത്ത വാദ്യം ഏത്, ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ പെട്ടത് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം. ചോദ്യമൊക്കെ ടൈറ്റ് ആവുമ്പോൾ അങ്ങനെയല്ലേ മാറി വരുന്നത്. മലയാള സാഹിത്യം നിലവിൽ കണ്ടുവരുന്ന ചോദ്യങ്ങൾക്കൊക്കെ പഴയ ചോദ്യങ്ങളെക്കാൾ വളരെയധികം വ്യത്യാസമുണ്ട്. എങ്ങനെയാണ് കുറച്ചുകൂടെ കോമ്പറ്റീഷൻ കടുപ്പിക്കുക എന്നുള്ളതാണ് ചോദ്യകർത്താവിന്റെ ലക്ഷ്യം അല്ലെ. അപ്പൊ ചെണ്ട, ഇലത്താളം, കൈമണി, വീക്കൻ ചെണ്ട, കുറുങ്കുഴൽ എന്നിവയും പടയണിയിൽ ഉപയോഗിക്കുന്നുണ്ട്. 8-ാം നൂറ്റാണ്ട് മുതൽ പടയണി നടത്തി വരുന്നു എന്ന് വിശ്വസിക്കുന്നു. വസൂരി രോഗവുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രം ഇതിനുണ്ട്. വിവിധ ജാതി മതസ്ഥര് ഈ പടയണിയിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. കവുങ്ങിൻ പാളകളിലാണ് കോലങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. ചെണ്ട, ഇലത്താളം, കൈമണി, വീക്കൻ ചെണ്ട, കുറുങ്കുഴൽ എന്നീ വാദ്യോപകരണങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇത് നടക്കുന്ന എവിടാന്ന് പറയുന്നത് മധ്യ തിരുവിതാംകൂറിലെ ദേവീക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ ഭഗവതി ക്ഷേത്രങ്ങളിലാണ് രാത്രികാലങ്ങളിലാണ് ഇത് നടത്തുന്നത് അല്ലേ. തീച്ചൂട്ടുകളുടെയും പന്തങ്ങളുടെയും നടുവിൽ. തീച്ചൂട്ടുകളുടെയും പന്തങ്ങളുടെയും നടുവിൽ എന്നപ്പോൾ ആരെങ്കിലും പകൽ ഈ തീച്ചൂട്ടും പന്തവും കത്തിച്ചു വെക്കൂടെ? ഇല്ല. അപ്പൊ രാത്രികാലങ്ങളിലാണ് പടയണി നടക്കുന്നത്. തീച്ചൂട്ടുകളുടെയും പന്തങ്ങളുടെയും നടുവിൽ. അപ്പൊ നമ്മൾ പറഞ്ഞു നേരത്തെ ചൂട്ടുമായി ബന്ധപ്പെട്ട് ചൂട്ട് പടയണി എന്ന് അറിയപ്പെടുന്നു എന്ന്. പ്രധാനമായിട്ടും ഇതെന്താ ഭദ്രകാളി ക്ഷേത്രങ്ങളിലും കാവുകളിലും ഒക്കെയാണ് നടത്തി വരുന്നത്. ഇതിന്റെ ഒരു പ്രത്യേക അനുഷ്ഠാന കലയുടെ സ്വഭാവം, ഒരു നാടക സ്വഭാവമുള്ള ഒരു കലാരൂപമാണ് പടയണി എന്ന് പറയുന്നത്. ഭദ്രകാളി ക്ഷേത്രങ്ങളിലും കാവുകളിലും പ്രധാനമായിട്ട് ദേവീക്ഷേത്രവും നമ്മൾ നേരത്തെ പറഞ്ഞു, ഭഗവതി ക്ഷേത്രം എന്നൊക്കെ പ്രധാനമായിട്ട് നടത്തുന്നത് ഭദ്രകാളി ക്ഷേത്രങ്ങളിലും കാവുകളിലുമാണ്. രാത്രികാലങ്ങളിൽ തീച്ചൂട്ടുകളുടെയും പന്തങ്ങളുടെയും നടുവിലാണ് നടത്തുന്നത്. ഇതിൻ്റെ ഒരു നാടക സ്വഭാവമുണ്ട്. ഇതിന് പടയണിക്ക് നാടക സ്വഭാവമുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ പടയണിയുടെ ആരംഭിക്കുന്നത് കൊടിമരം നാട്ടുക എന്ന ചടങ്ങോടുകൂടിയാണ്. കൊടിമരം നോർമലി നമ്മളെന്താ ഉത്സവമൊക്കെ കൊടിമരം നാട്ടിയല്ലേ, കൊടി ഉയർത്തിയൊക്കെ അല്ലേ തുടങ്ങുക. പടയണിയുടെ ഒരു ആദ്യത്തെ ഒരു ഭാഗം എന്ന് പറയാൻ തുടങ്ങുന്നത് കൊടിമരം നാട്ടുക. 28 ദിവസമാണ് ഒരു പടയണിക്ക് ആവശ്യം. എന്നാൽ ഇപ്പോഴുള്ള സൗകര്യാർത്ഥം 1 മുതൽ 4 വരെ ദിവസങ്ങളായിട്ട് ഇത് പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ശരിക്കും നമ്മൾ പറയുന്നത് പടയണിക്ക് എത്ര ദിവസമാണ്? 28 ദിവസമാണ് ഒരു പടയണിക്ക് ആവശ്യമായ സമയം പറയുന്നത്. 28 ദിവസമാണ്. അതിൽ ആദ്യം പറയുന്നത് എന്താണ്? കൊടിമരം നാട്ടുക എന്നുള്ളത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട ചില ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കിയേ. ചൂടുവയ്പ്പ്, തപ്പുമേളം, താവടി, പുലവൃത്തം, പരദേശി, കുതിര എന്നിവയൊക്കെ പടയണിയുടെ ചടങ്ങുകളുമായി ബന്ധപ്പെട്ടതാണ് ചൂടുവയ്പ്പ്. ചൂടുവയ്പ്പ് ഒരു പ്രീവിയസ് ചോദ്യമാണ്. ചൂടുവയ്പ്പ് സ്ഥിരം ചോദ്യമാണ്. എടോ ഈ പന്തങ്ങളുടെയും ചൂട്ടുകളുടെ ഇടയിൽ അപ്പോൾ ചൂട് വയ്ക്കത്തില്ലയോ? അല്ലെങ്കിൽ ഇപ്പം അക്രമമൊക്കെ കാണിക്കുവാണെങ്കിൽ പെട്ടെന്ന് ചൂട് വയ്ക്കാനൊക്കെ എളുപ്പമല്ലയോ?
അപ്പൊ എന്താണ്? ചൂടുവയ്പ്, തപ്പുമേളം, താവടി, പുലവൃത്തം, പരദേശി, കുതിര, ഇതൊക്കെ പടയണിയുമായി ബന്ധപ്പെട്ട ചടങ്ങുകളാണ്. എന്തൊക്കെയാണ്? ചൂടുവയ്പ്, തപ്പുമേളം, താവടി, പുലവൃത്തം, പരദേശി, കുതിര. ഇവിടെ നേരത്തെ പറഞ്ഞില്ലേ സംഘടിത കോലം തുള്ളലാണത്. അപ്പൊ പലതരത്തിലുള്ള കോലങ്ങൾ തുള്ളാറില്ലേ? അതിൽ ആദ്യത്തേത് ഗണപതി കോലമാണ്. കോലങ്ങളിൽ ആദ്യത്തേത് ഗണപതി കോലമാണ്. നോർമലി നമ്മളൊരു കാര്യം തുടങ്ങുന്ന ഗണപതിക്ക് കുറിക്കാന്നല്ലേ പറയുന്നത്, അല്ലെ? ഗണപതിക്ക് കൊടുത്ത് തുടക്കം എപ്പോഴും എന്താണ്? ഗണപതി, അതുമായി കണക്ട് ചെയ്ത് വെക്കാനായിട്ട് പറ്റത്തില്ല. അപ്പൊ ആദ്യത്തെ കോലം ചോദിച്ചാൽ ഗണപതി കോലമാണ്. ആദ്യത്തെ കോലം ഗണപതി കോലമാണ്. ഓക്കെ. അതുപോലെ തന്നെ പടയണിയിലെ നൃത്തങ്ങളെ പൊതുവായി കലായം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പടയണിയിലെ നൃത്തങ്ങളെ പൊതുവായി എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? കലായമാണ്. ഇവിടെ ഇത് കേട്ട് വരുമ്പോൾ നമുക്ക് തോന്നും വീഡിയോ സ്കിപ്പ് ചെയ്യാം, നിർത്തിയിട്ട് പോകാമെന്ന്. ഒരിക്കലും ചെയ്യരുത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ്, അതായത് നമ്മുടെ PSC ലെവല് പോയിന്റ്സ് മാത്രമാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഉറപ്പായിട്ട് ശ്രദ്ധിച്ചിരുന്നെന്ന് പഠിച്ചോളേ. ഓക്കെ. അപ്പൊ ഇവിടെ മുതൽ ഞാൻ പറയുവാണ്. കൊടിമരം നാട്ടുക. പടയണിയിലെ ആദ്യത്തെ ഒരു ഭാഗം പറയുന്നത് കൊടിമരം നാട്ടുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ 28 ദിവസമാണ് ഒരു പടയണിക്ക് ആവശ്യമായ സമയം എന്ന് പറയുന്നത്. അതുപോലെ ഇതിന്റെ ചടങ്ങുകൾ ചൂടുവെപ്പ്, തപ്പുമേളം, താവടി, പുലവൃത്തം, പരദേശി, കുതിര ഒക്കെ പടയണിയുടെ വ്യത്യസ്തങ്ങളായ ചടങ്ങുകളാണ്. അതുപോലെ വിവിധ കോലങ്ങളിൽ തുള്ളുന്നതിൽ വെച്ച് ആദ്യത്തേത് ഗണപതി കോലമാണ്. യെസ്, ഗണപതിക്ക് കുറിക്കുക എന്ന വാക്കിന്റെ ആ ശൈലിയുടെ അർത്ഥം എന്താ? തുടങ്ങുക, ഗണപതിക്ക് കുറിക്കുക. എന്നാൽ ധനാശി പാടുക എന്താ? അവസാനം. ഗണപതിക്ക് കുറിക്കുക, തുടങ്ങുക. ധനാശി പാടുക എന്താണ്? അവസാനിപ്പിക്കുക. ഓക്കെ. അപ്പോ നൃത്തങ്ങൾ, പടയണിയുടെ ആ ഒരു നൃത്തങ്ങളെ എന്താ അറിയപ്പെടുന്നത്? അല്ലെങ്കിൽ നൃത്തരൂപങ്ങൾ അല്ലെങ്കിൽ നൃത്തത്തെ എന്തെന്ന് അറിയപ്പെടും? കലായം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഒന്നുകൂടെ പറയട്ടെ. AD 8-ാം നൂറ്റാണ്ടിൽ പടയണി ആരംഭിച്ചതായിട്ട് പറയുന്നുണ്ട്. ഭദ്രകാളി ക്ഷേത്രങ്ങളും കാവുകളിലും പ്രധാനമായിട്ട് ഇത് നടത്തുന്നത്. വസൂരി രോഗത്തിൽ നിന്ന് ഒരു ഗ്രാമത്തെ രക്ഷിക്കുന്ന പ്രതീകമായി നടത്തുന്ന ഒരു അനുഷ്ഠാന കലയാണ്. നാനാജാതി മതസ്ഥരുടെ പങ്കെടുക്കുന്നുണ്ട്. കവുങ്ങിൻ പാളകളിലാണ് ഈ കോലങ്ങൾ. അപ്പൊ ആദ്യത്തെ കോലം ഏതാ? ഗണപതി കോലമാണ്. ചെണ്ട, ഇലത്താളം, കൈമണി, വീക്കൻ ചെണ്ട, കുറുങ്കുഴൽ എന്നിവ തപ്പിന് പുറമെ ഈ പടയണിയിൽ ഉപയോഗിക്കുന്നുണ്ട്. തീച്ചൂട്ടുകളുടെയും പന്തങ്ങളുടെയും നടുവിൽ രാത്രി കാലങ്ങളിൽ പടയണി അവതരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ 28 ദിവസം പറഞ്ഞു. ആദ്യത്തേത് ഗണപതി കോലമാണ്. നൃത്തങ്ങൾ ഏത് പേരില? പൊതുവെ ഏത് പേരിൽ അറിയപ്പെടും? കലായം എന്ന പേരിൽ അറിയപ്പെടും. ഭദ്രകാളി ക്ഷേത്രങ്ങളിലും കാവുകളിൽ പ്രധാനമായി ഇത് നടത്തുന്നത്. ചൂടുവയ്പ്, തപ്പുമേളം, താവടി, പുലവൃത്തം, പരദേശി, കുതിര. ഒന്ന് മനസ്സിനകത്ത് സെറ്റാക്കി പോടാ. ചൂടുവയ്പ്, തപ്പുമേളം, താവടി, പുലവൃത്തം, പരദേശി, കുതിര. എടാ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നതിലാവട്ടെ ഒന്ന് കൂടെ ഒന്ന് പറഞ്ഞു പോ. ചൂടുവയ്പ്, തപ്പുമേളം, താവടി, പുലവൃത്തം, പരദേശി, കുതിര. എന്താ ഒന്നുകൂടെ പറഞ്ഞ്? ചൂടുവയ്പ്, തപ്പുമേളം, താവടി, പുലവൃത്തം, പരദേശി, കുതിര എന്നീ ചടങ്ങുകൾ എന്തുമായി ബന്ധപ്പെട്ടതാ? പടയണിയുമായി ബന്ധപ്പെട്ട. ആദ്യത്തെ കോലവേദ ഗണപതി കോലമാണ്. നൃത്തങ്ങൾ ചോദിച്ചാൽ നൃത്തം എങ്ങനെ അറിയപ്പെടും? കലായം എന്നറിയപ്പെടും. വടക്കൻ മലബാറിലെ തെയ്യവുമായി ബന്ധമുള്ള ഒരു കലാരൂപമാണ് പടയണി. വടക്കൻ മലബാറിലെ തെയ്യം, പ്രീവിയസ് ചോദ്യമാണ്. വടക്കൻ മലബാറിലെ തെയ്യവുമായി ബന്ധപ്പെട്ട കലാരൂപമാണ് പടയണി. പടയണി പ്രമേയമായ സിനിമയാണ് പച്ചത്തപ്പ്. പടയണി പ്രമേയമായ സിനിമയാണ് ഏത്? പച്ചത്തപ്പ്. അനു പുരുഷോത്ത് കഥാ സംവിധാനം നിർവഹിച്ച പച്ചത്തപ്പ് എന്ന സിനിമ. എന്താ ഈ സിനിമയുടെ പ്രത്യേകത? 2020 മികച്ച കലാമൂല്യമുള്ള സിനിമയായി കേരള ഫിലിം ക്രിട്ടിക്സ് തിരഞ്ഞെടുത്തത് പച്ചത്തപ്പിനെയാണ്. 2020 മികച്ച കലാമൂല്യമുള്ള സിനിമയായി കേരള ഫിലിം ക്രിട്ടിക്സ് തിരഞ്ഞെടുത്ത മലയാള സിനിമയാണ് ഏത്? പച്ചത്തപ്പ്. എന്താ പച്ചത്തപ്പിൽ ഇതിവൃത്തം എന്താ? അല്ലെങ്കിൽ അതിൽ പരാമർശിക്കുന്നത് അല്ലെങ്കിൽ പ്രമേയം എന്തുവാടാ? അത് പടയണിയാണ്. കടമ്മനിട്ടയുടെ സ്വന്തം പടയണിയാണ്. ഓക്കെ. യെസ്. അപ്പൊ കാച്ചികെട്ട്, തപ്പുമേളം, കാപ്പൊലി, കാവടി തുള്ളൽ, കോലം തുള്ളൽ ഇതെല്ലാം എന്തുമായി ബന്ധപ്പെട്ടതാണ്? പടയണി. അല്ല നോക്ക്, ഈ കാച്ചികെട്ട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കുന്നുണ്ട്. കാച്ചികെട്ട് എന്തുമായി ബന്ധപ്പെട്ടാണെന്നല്ലേ? ചൂടുവയ്പ്, അതുപോലെ തന്നെ കാച്ചികെട്ട്, ഇതെല്ലാം ബന്ധപ്പെട്ടിരിക്കുന്ന പടയണി. നോക്ക്, കാച്ചികെട്ട്, തപ്പുമേളം, കാപ്പൊലി, കാവടി തുള്ളൽ, കോലം തുള്ളൽ എന്നിവയൊക്കെ എന്തുമായി ബന്ധപ്പെട്ട കാച്ചികെട്ടിന് ചില ഇടങ്ങളിലാണ് കേട്ടോ എന്തെന്ന് അറിയപ്പെടുന്നത്? തപ്പുമേളം എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ രണ്ടും ചോദിക്കുകയാണെങ്കിൽ കൂടുതലും നമ്മൾ കണ്ടിട്ടുള്ളത് കാച്ചികെട്ടാണ്. എന്താണ് ഈ കാച്ചികെട്ട് അല്ലെങ്കിൽ തപ്പുമേളം എന്ന് അറിയപ്പെടുന്നത്? പടയണി ഒരു സ്ഥലത്ത് ഒരു ക്ഷേത്രത്തിൽ പടയണി നടക്കുന്നു എന്നറിയിക്കുന്ന വാദ്യമേളമാണ് കാച്ചികെട്ട് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ എന്താണ് കാച്ചികെട്ട്?
പടയണി നടക്കുന്നു എന്ന് അറിയിക്കുന്ന ആദ്യത്തെ വാദ്യമേളത്തെയാണ് എന്തെന്ന് പറയുന്നത്? കാച്ചികെട്ട് അഥവാ തപ്പുമേളം എന്ന് പറയും. ചിലയിടങ്ങളിൽ അത് തപ്പുമേളം എന്ന് പറയുന്നു, അല്ലെ ആക്ച്വലി അത് എന്ത് തന്നെയാണ്? കാച്ചികെട്ട്. അത് കറക്റ്റ് വാക്ക് നമ്മൾ അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. പടയണി നടക്കുന്നു എന്നറിയാം. എപ്പോഴാണ് നടക്കുന്നത്? കുംഭം മീനം മാസങ്ങൾ, കുംഭം മീനം മാസങ്ങളിലാണ് പടയണി നടക്കുന്നത്. അപ്പൊ നടക്കുന്നു എന്ന് അറിയിക്കുന്ന ചടങ്ങല്ല, വാദ്യമേളത്തെയാണ് കാച്ചികെട്ട് എന്ന് പറയുന്നത്. നോക്കിയേ, എന്താ? കാപ്പൊലി, കാവടി തുള്ളകൾ, ചെറിയ ഇലകളുള്ള മരച്ചില്ലകൾ ഉപയോഗിച്ചുള്ള ആ ഒരു തുള്ളലിനെയാണ്, ആ ഒരു കലാ അനുഷ്ഠാന കലാ ഒരു സാധ്യതയാണ് എന്തെന്ന് പറയുന്നത്? കാപ്പൊലി എന്ന് പറയുന്നത്. ഇത് പടയണിയുടെ ഭാഗമാണ്. എന്നാൽ കൈമണികൾ കൊണ്ടുള്ള ഒരു എന്താണ് കലയാണ് എന്തെന്ന് പറയുക? കാവടി തുള്ളൽ എന്ന് പറയുന്നത്. കൈമണികൾ ഉപയോഗിച്ചുള്ളത് കാവടി തുള്ളൽ. എന്നാൽ ചെറിയ കുറച്ച് ഇലകളുള്ള മരച്ചില്ലകൾ കൊണ്ടുള്ളതാണ് എന്തെന്ന് പറഞ്ഞത്? കാപ്പൊലി. കണ്ടോ? കാപ്പൊലി, കാവടി തുള്ളൽ. കാപ്പൊലി, കാവടി തുള്ളൽ എന്താണെന്ന് മനസ്സിലായി? നമ്മളല്ലേ കവുങ്ങിൻ പാളകൾ കൊണ്ടുള്ള, കോലങ്ങൾ കൊണ്ടുള്ള ആ ഒരു തുള്ളൽ, ആ ഒരു ഇതാണ് എന്തെന്ന് പറയുന്നത്? പടയണി. അത് നമ്മൾ മനസ്സിനകത്തുണ്ട്. ചെറിയ ഇലകളൊക്കെ ഉള്ള മരച്ചില്ലകൾ കൊണ്ടാണെങ്കിൽ അത് കാപ്പൊലി എന്നും, കൈമണികൾ കൊണ്ടുള്ളതാണ് കാവടി തുള്ളൽ എന്ന് പറയും. എന്നാൽ എന്താണ് കോലം തുള്ളൽ? കോലം തുള്ളൽ കമുകിൻ പാള എന്താണ്? ചെറിയ ചീകി എടുത്തതിന് ശേഷം പച്ച ഈർക്കിൽ കൊണ്ട് യോജിപ്പിച്ച് അതിൻ്റെ അഗ്രഭാഗത്ത് അറ്റത്ത് കുരുത്തോലകൾ കൊണ്ടുള്ള ആ ഒരു പരിപാടിയാണ് എന്തെന്ന് പറയുന്നത്? കോലം തുള്ളൽ എന്ന് പറയുന്നത്. കോലം തുള്ളൽ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നല്ല രസമുണ്ടല്ലേ? ഞാൻ ഇതിപ്പോൾ ഇങ്ങനെ പഠിപ്പിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിനകത്ത് ഞാനിങ്ങനെ ആ പടയണിയുടെ ആ ഒരു കോലങ്ങളൊക്കെ മനസ്സിനകത്ത് കാണുന്നുണ്ട്. നിങ്ങളൊന്ന് കണ്ടു നോക്കുമ്പോൾ നല്ല രസമായിരിക്കും പഠിക്കാനായിട്ട്. കോലം തുള്ളൽ കമുകിൻ പാളയെ ചീകിയെടുത്ത് പച്ച ഈർക്കിൽ കൊണ്ട് യോജിപ്പിച്ച് അതിൻ്റെ അറ്റത്ത് കുരുത്തോല ഭംഗിയില്ലേ, കാണുന്നില്ലേ? യെസ്, അപ്പോൾ അതാണ് കോലം തുള്ളൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കോലം തുള്ളൽ പ്രധാനപ്പെട്ട കുറച്ച് അധികം ഇതിൽ ഭൈരവിക്കോലമൊക്കെ നമ്മൾ ഓൾറെഡി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഭൈരവിക്കോലം, ഭദ്രകാളി കോലം ചോദിച്ചിട്ടുള്ളതാ. ഗണപതി, നമ്മൾ നേരത്തെ പറഞ്ഞ ഫസ്റ്റ് കോലം ഏതാണെന്ന് ചോദിച്ചാൽ ഗണപതി കോലമാണ്. ഒന്നുകൂടി ഞാൻ ഇതൊന്ന് പറയട്ടെ, എന്നിട്ട് ഏതൊക്കെയാ പ്രത്യേക ഈ കോലങ്ങൾ ഏതൊക്കെയാണെന്ന് പിന്നീട് പറയാം. വടക്കൻ മലബാറിലെ തെയ്യവുമായി സാദൃശ്യമുള്ള അനുഷ്ഠാന കലയാണ് ഏതെന്ന് പറഞ്ഞത്? പടയണി. കുറച്ച് ലെങ്തി, മറ്റ് കലാരൂപങ്ങളെ അപേക്ഷിച്ച് കുറച്ച് ലെങ്തിയാണ്. വിട്ടുകളയേണ്ട. കണ്ടോ? അവസാനം വരെ കണ്ടോ? കാച്ചികെട്ട് ചോദ്യം, അതുപോലെ തന്നെ ഭൈരവിക്കോലം ചോദിച്ചിട്ടുള്ള, അതുകൊണ്ട് എല്ലാം പഠിച്ചു വെച്ചേക്കണേ. വടക്കൻ മലബാറിലെ തെയ്യവുമായി സാമ്യമുണ്ട്. അതുപോലെ പടയണി പ്രമേയമായ സിനിമയാണ് പച്ചത്താപ്പ്. അത് സംവിധാനം ചെയ്തത് അനു പുരുഷോത്താണ്. 2020 മികച്ച കലാമൂല്യമുള്ള സിനിമയായി കേരള ഫിലിം ക്രിട്ടിക്സ് തെരഞ്ഞെടുത്തു. കാച്ചികെട്ട് അഥവാ തപ്പുമേളം എന്താണെന്ന് ചോദിച്ചാൽ പടയണി നടക്കുന്നു എന്ന് അറിയിക്കുന്ന ഒരു വാദ്യമേളമാണ്. കുംഭം മീനം മാസങ്ങളിലായിട്ടാണ് പടയണി നടക്കുന്നത്. യെസ്, കാപ്പൊലി മരച്ചില്ലകൾ കൊണ്ടുള്ളത്, കാവടി തുള്ളൽ കൈമണികൾ കൊണ്ടുള്ളത്, കോലം തുള്ളൽ കമുകിൻ പാളികൾ ചീകിയെടുത്ത് പച്ച ഈർക്കിൽ കൊണ്ട് യോജിപ്പിച്ച് അറ്റത്തിൽ എന്താ? കുരുത്തോലകൾ വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇനി ഏതൊക്കെയാ കോലം എന്ന് നോക്കിയേ. ഭൈരവിക്കോലം, കാലൻകോലം, യക്ഷിക്കോലം, പക്ഷിക്കോലം. ഓക്കെ, ഭൈരവിക്കോലം, കാലൻകോലം, യക്ഷിക്കോലം, പക്ഷിക്കോലം. നല്ല രസമാണ് പറയാം. യക്ഷിക്കോലം, പക്ഷിക്കോലം, മാടൻകോലം, മറുതക്കോലം. നല്ല രസമല്ലേ പറയാനായിട്ടടാ? യക്ഷിക്കോലം, പക്ഷിക്കോലം, മാടൻകോലം, മറുതക്കോലം, ഗണപതിക്കോലം അഥവാ പിശാചുകോലം, ശിവകോലം, ഭദ്രകാളികോലം, മാടൻകോലം, മറുതക്കോലം, യക്ഷിക്കോലം, പക്ഷിക്കോലം, ശിവകോലം, ഭദ്രകാളിക്കോലം, യെസ്, ഗണപതികോലം അഥവാ പിശാചുകോലം, ഭൈരവിക്കോലം, കാലൻകോലം, ദേവതകോലം, കുതിരക്കോലം, കാഞ്ഞിരമാല, കുറത്തി. ഇവയൊക്കെ എന്താണ് മക്കളെ? പടയണിയുടെ അല്ലെങ്കിൽ കോലത്തുള്ളലിന്റെ ഭാഗമായ വ്യത്യസ്തങ്ങളായ കോലങ്ങളാണ്. ഒന്നുകൂടെ പറയട്ടെ. ഭൈരവിക്കോലം, കാലൻകോലം, യക്ഷിക്കോലം, പക്ഷിക്കോലം, മാടൻകോലം, മറുതക്കോലം, ഗണപതിക്കോലം അഥവാ പിശാചുകോലം, ശിവകോലം, ഭദ്രകാളിക്കോലം, ദേവതാകോലം, കുതിരക്കോലം, കാഞ്ഞിരമാല, കുറത്തി ഒക്കെ എന്താണ്? കോലം തുള്ളലിന്റെ വിവിധ കോലങ്ങളാണ്. പടയണിയിലെ വിവിധ കോലങ്ങളാണ്. ഒന്നുകൂടെ പറയട്ടെ. ഭൈരവിക്കോലം, കാലം. കൂടെ പറഞ്ഞു വന്നേ, ഉറങ്ങല്ലേ.
ഓക്കെ, ഭൈരവിക്കോലം, കാലൻകോലം, യക്ഷിക്കോലം, പക്ഷിക്കോലം, മാടൻകോലം, മറുതക്കോലം, ഗണപതിക്കോലം അഥവാ പിശാചുകോലം, ശിവകോലം, ഭദ്രകാളിക്കോലം, ദേവതാക്കോലം, കുതിരക്കോലം, കാഞ്ഞിരമാല, കുറത്തി. ഓക്കെ, അപ്പൊ 28 ദിവസം അവതരിപ്പിക്കുന്ന മധ്യ തിരുവിതാംകൂറിലെ ക്ഷേത്രങ്ങൾ, ദേവീ ക്ഷേത്രങ്ങൾ, പ്രധാനമായി ഭദ്രകാളി ക്ഷേത്രങ്ങളിലും കാവുകളിലും ഒക്കെ അവതരിപ്പിക്കുന്ന മനോഹരമായ കേരളത്തിന്റെ തനതായ ഒരു കലാരൂപമാണ് എന്തെന്ന് പറഞ്ഞത്, പടയണി എന്ന് പറഞ്ഞത്. പടയണിട്ടിയുടെ ജന്മസ്ഥലം ഏത്? പടയണിയുടെ ജന്മസ്ഥലം എവിടെയാ? കടമ്മനിട്ടയാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ആളാ കടമ്മനിട്ട രാമകൃഷ്ണൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് നമ്മൾ കലാസാഹിത്യം അല്ലെ മലയാളവുമായി ബന്ധപ്പെട്ട ആ കലാസാഹിത്യ സംസ്കാരവുമായി ബന്ധപ്പെട്ടത് 3ാമത്തെ ക്ലാസ് ആണ്. കണ്ടിട്ടില്ലാത്തവർ മറ്റു 2 ക്ലാസ്സുകളും കാണുക. വീണ്ടും വീണ്ടും ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ആവശ്യമുള്ള ടോപ്പിക്കുകൾ ഉറപ്പായിട്ട് കമന്റ് ചെയ്യാൻ മറന്നു പോകണ്ട. 10th പ്രിലിംസ് നേടണം, മെയിൻസ് നേടണം, സർക്കാർ ജോലി നമുക്ക് നേടിയേ പറ്റൂ. അപ്പോൾ മറ്റൊരു ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായി കാണാം. ബൈ.